ഓവർ തിങ്കർ. ഒറ്റപ്പെട്ടൊരു ഗ്രാമത്തിൽ സഹ്യന്റെ താഴ്വാരത്ത് പച്ചപ്പട്ട് വിരിച്ച പോലെ ശാന്തമായി സ്ഥിതി ചെയ്യുന്ന വാഴത്തോട്ടം എന്ന ഗ്രാമത്തിൽ ആകാശ് എന്ന ചെറുപ്പക്കാരൻ വ്യത്യസ്തനായിരുന്നു. ഗ്രാമത്തിലെ മറ്റ് യുവാക്കൾ കൃഷിയിലും മീൻപിടുത്തത്തിലും ജീവിതം കണ്ടെത്താൻ ശ്രമിച്ചപ്പോൾ ആകാശ് തന്റെ ലോകം പുസ്തകങ്ങളിലും ഇന്റർനെറ്റിലുമായി കെട്ടിപ്പടുത്തു. ഓരോ വിവരവും ആഴത്തിൽ വിശകലനം ചെയ്തും ഓരോ ചോദ്യത്തിനും ഉത്തരം തേടിയും അവൻ തന്റെ തലച്ചോറിന്റെ ദാഹം തീർത്തു. അവൻ ഒരു ഓവർ തിങ്കർ ആയിരുന്നു. ഓരോ കാര്യത്തെക്കുറിച്ചും അമിതമായി ചിന്തിച്ച് അതിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും തലപുണ്ണാക്കി വിശകലനം ചെയ്യുമായിരുന്നു. ആളുകൾ അവനെ പുസ്തകപ്പുഴു എന്നും അമിത ചിന്തകൻ എന്നുമൊക്കെ വിളിച്ച് കളിയാക്കിയെങ്കിലും ആകാശ് അതൊന്നും കാര്യമാക്കിയില്ല. അവന്റെ ലോകം കൂടുതൽ വിസ്തൃതമായിക്കൊണ്ടിരുന്നു. അറിവുകൾ അവനെ കൂടുതൽ ആകർഷിച്ചു. ഒരു ദിവസം വൈകുന്നേരം പതിവ് പോലെ പുഴയോരത്തുകൂടി നടക്കുമ്പോൾ ജീർണിച്ച ഒരു പഴയ വീട് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കാടുപിടിച്ച് കാലപ്പഴക്കത്താൽ തകർന്ന ആ വീടിന്റെ ജനലുകൾ കാറ്റിൽ കൊട്ടിയടഞ്ഞു. അപ്രതീക്ഷിതമായി ആ വീട്ടിലെ ഒരു ജനലിലൂടെ ഒരു കഷ്ണം തുണ്ടുകടലാസ് പറന്നു വന്നു അവന്റെ കാൽ കീഴിൽ വീണു. അവൻ അത് കൗതുകത്തോടെ എടുത്ത് നിവർത്തി നോക്കി. അതിൽ ചുവന്ന മഷിയിൽ വെട്ടിയെടുത്ത ഒരു ഡയറി പേജിൽ ഇങ്ങനെ കുറിച്ചിരുന്നു: നിന്നെ ഞാൻ തെരഞ്ഞെടുത്തു, ഇതാരും അറിയാതിരിക്കട്ടെ. ആകാശ് അത്ഭുതപ്പെട്ടു. ചുറ്റും നോക്കി. ആരെയും കണ്ടില്ല. വീടിന്റെ പരിസരം മുഴുവൻ പരതിയിട്ടും ഒരു മനുഷ്യനെയോ ഒരു തുമ്പിനെയോ പോലും അവന് കണ്ടെത്താനായില്ല. ഒരു തരം നിഗൂഢത അവനെ പൊതിഞ്ഞു. പിറ്റേ ദിവസം അതേ വഴിയിൽ നടക്കുമ്പോൾ വീണ്ടും അതേ ജനലിലൂടെ മറ്റൊരു കടലാസ് കഷ്ണം പറന്നു വന്നു. അവൻ അതെടുത്തു നോക്കി. അതിലിങ്ങനെ എഴുതിയിരുന്നു: നിന്റെ നാട് വെള്ളത്തിൽ മുങ്ങാൻ പോകുന്നു. ആകാശിന്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. അവന്റെ അമിത ചിന്തകൾക്ക് ഒരു പുതിയ ദിശാബോധം ലഭിച്ചു. അന്ന് രാത്രി മുതൽ നിർത്താതെ മഴ പെയ്യാൻ തുടങ്ങി. ആകാശം കറുത്തിരുണ്ട്. ഇടിമിന്നലുകൾ ഭൂമിയെ പ്രകമ്പനം കൊള്ളിച്ചു. തുടർച്ചയായ 3-ാം ദിവസവും മഴയ്ക്ക് ശമനമില്ലാതെ വന്നപ്പോൾ വാഴത്തോട്ടം ഗ്രാമത്തിൽ വെള്ളം കയറാൻ തുടങ്ങി. പാടങ്ങളും പുരയിടങ്ങളും മുങ്ങി. വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറി. അപ്പോഴാണ് 2ാമത്തെ കുറിപ്പിലെ വാക്കുകൾ അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. ആകാശ് പരിഭ്രാന്തനായി. ആളുകൾ വെള്ളക്കെട്ടിൽ ഭയന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ അവന് ഒരു നിമിഷം പോലും ആലോചിക്കാൻ തോന്നിയില്ല. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു: നാട്ടുകാരെ, ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകണം. വെള്ളം പൊങ്ങുകയാണ്. രക്ഷപ്പെടണം. അവന്റെ വാക്കുകൾ ആദ്യം ആരും കാര്യമാക്കിയില്ല. അവനെപ്പോഴും അമിതമായി ചിന്തിക്കുന്ന ഒരു പാവം ചെറുപ്പക്കാരൻ മാത്രമായിരുന്നു അവർക്ക്. എന്നാൽ വെള്ളം അതിവേഗം ഉയരുന്നത് കണ്ടപ്പോൾ ചിലർക്ക് ഭയം തോന്നി. അവർ അവനെ അനുഗമിച്ച് അടുത്തുള്ള കുന്നിൻപുറത്തേക്ക് നീങ്ങി. അവന്റെ മുന്നറിയിപ്പ് കേട്ട് രക്ഷപ്പെട്ടവർക്ക് ആകാശിൽ വിശ്വാസമുണ്ടായി. അവൻ വെറുമൊരു പുസ്തകപ്പുഴുവല്ലെന്ന് അവർക്ക് മനസ്സിലായി. പിന്നീടും ആകാശിന് കുറിപ്പുകൾ ലഭിച്ചുകൊണ്ടിരുന്നു. ഓരോ തവണയും അവൻ ആ വീടിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ജനലിലൂടെ ഓരോ കടലാസ് കഷ്ണം പറന്നുവരും. ആ വീട്ടിൽ കയറാൻ എപ്പോഴും ശ്രമിച്ചെങ്കിലും എന്തോ ഒരു അദൃശ്യ ശക്തി അവനെ അതിൽ നിന്ന് തടഞ്ഞു. പല കുറിപ്പുകളിലും നാട്ടുകാരോട് കച്ചവടം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന നിർദ്ദേശങ്ങളായിരുന്നു. പുഴയിൽ നിന്ന് മീൻ പിടിച്ച് അടുത്ത പട്ടണത്തിൽ വിൽക്കുക, ഗ്രാമത്തിലെ മരങ്ങൾ ഉപയോഗിച്ച് ഫർണിച്ചർ ഉണ്ടാക്കി വിൽക്കുക എന്നൊക്കെയായിരുന്നു അതിൽ ചിലത്. കച്ചവടത്തെക്കുറിച്ച് അധികം ധാരണയില്ലാത്ത ആകാശിന് അത് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. ഒരു ഓവർ തിങ്കർ എന്ന നിലയിൽ അവന്റെ മനസ്സ് ഈ കാര്യങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഈ കുറിപ്പുകളുടെ രഹസ്യം അവൻ ആരോടും പറഞ്ഞില്ല. ആദ്യത്തെ മുന്നറിയിപ്പ് യാഥാർത്ഥ്യമായത് അവന് മറക്കാനായില്ല. ഒരു ദിവസം കിട്ടിയ കുറിപ്പ് ആകാശിനെ ഞെട്ടിച്ചു. ഗ്രാമത്തിന്റെ കിഴക്കേ അറ്റത്തെ മലയിൽ സ്വർണ്ണഖനിയുണ്ട്. ഞാൻ അവിടെ പോകാറുണ്ട്. ഇത് വായിച്ചപ്പോൾ അവന്റെ അമിത ചിന്തകൾ വീണ്ടും ഉണർന്നു. ഇത് വെറും കെട്ടുകഥയാണോ അതോ യാഥാർത്ഥ്യമാണോ? അവൻ മറ്റാരോടും പറയാതെ ആ കുറിപ്പിൽ പറഞ്ഞതുപോലെ കിഴക്കൻ മലയിലേക്ക് യാത്ര തിരിച്ചു. ഉൾക്കാടുകളിലൂടെയും പാറക്കെട്ടുകളിലൂടെയും ഒരുപാട് ദൂരം നടന്നപ്പോൾ അവൻ പ്രതീക്ഷിക്കാത്ത കാഴ്ച കണ്ടു. മലമുകളിൽ പാറകൾക്കിടയിൽ തിളങ്ങുന്ന സ്വർണ്ണക്കണികകൾ. അത് ഒരു സ്വർണ്ണഖനി തന്നെയായിരുന്നു. ആകാശ് സന്തോഷത്തോടെ തിരിച്ചു ഗ്രാമത്തിലേക്ക് ഓട്ടി. നാട്ടിലെ വിശ്വസ്തരായ ചിലരെ കൂട്ടി അവൻ വീണ്ടും മലയിലേക്ക് പോയി. അവർ ചേർന്ന് സ്വർണം കുഴിച്ചെടുത്തു. അധികം താമസിയാതെ ആകാശും അവനെ സഹായിച്ചവരും ധനികരായി. ഗ്രാമവാസികൾ അവനെ തങ്ങളുടെ നേതാവായി പ്രഖ്യാപിച്ചു. അവന്റെ ബുദ്ധിയും അദൃശ്യമായ സഹായങ്ങളും ഗ്രാമത്തിന് ഐശ്വര്യം കൊണ്ടുവന്നു എന്ന് അവർ വിശ്വസിച്ചു. ആകാശിന്റെ നേതൃത്വത്തിൽ വാഴത്തോട്ടം ഗ്രാമം അഭിവൃദ്ധി പ്രാപിച്ചു. പുതിയ വീടുകൾ ഉയർന്നു. കച്ചവടങ്ങൾ തഴച്ചു വളർന്നു. ആളുകൾ സന്തോഷത്തോടെ ജീവിച്ചു. എന്നാൽ ആ സന്തോഷം അധികനാൾ നീണ്ടുനിന്നില്ല. ഒരു ദിവസം പെട്ടെന്ന് ആകാശം കറുത്തിരുണ്ടു. കനത്ത മഴ ആരംഭിച്ചു. 3 ദിവസത്തോളം നിർത്താതെ പെയ്ത മഴയിൽ കിഴക്കൻ മലയിൽ നിന്ന് വലിയൊരു ഉരുൾപൊട്ടലുണ്ടായി. മലയിടിച്ചിൽ വാഴത്തോട്ടം ഗ്രാമത്തിനു മീതെ ഇരച്ചെത്തി. നിമിഷനേരം കൊണ്ട് ഗ്രാമം മണ്ണിനടിയിലായി. ഭൂരിഭാഗം ആളുകളും മരണപ്പെട്ടു. പ്രതീക്ഷിക്കാത്ത ദുരന്തത്തിൽ നിന്ന് ആകാശ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഒരു പാറയുടെ മറവിൽ അവൻ ഒതുങ്ങി നിന്നിരുന്നു. രക്ഷപ്പെട്ട ആകാശ് തന്റെ ഗ്രാമത്തെയും മരിച്ചവരെയും ഓർത്ത് ദുഃഖിച്ചു. താൻ രക്ഷിച്ചവർ തന്റെ കൺമുന്നിൽ ഇല്ലാതായപ്പോൾ അവൻ നിസ്സഹായനായി. അപ്പോഴും കുറിപ്പുകൾ പറന്നു വന്നിരുന്ന പഴയ വീടിന് മാത്രം ഒരു കേടുപാടും പറ്റിയിരുന്നില്ല. ഉരുൾപൊട്ടലിൽ അതിനൊരു പോറൽ പോലും ഏറ്റിരുന്നില്ല. അവന്റെ മനസ്സിൽ ആ വീടിനെക്കുറിച്ചുള്ള ദുരൂഹത വീണ്ടും ഉയർന്നു വന്നു. അവൻ ആ വീടിനെ ലക്ഷ്യമാക്കി നടന്നു. അവിടെ കുറിപ്പുകളൊന്നും കണ്ടില്ല. വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അവൻ മടിച്ചു വീടിനകത്തേക്ക് കയറി.
എല്ലായിടവും പരിശോധിച്ച് ഒടുവിൽ മുകളിലത്തെ നിലയിലെ ഒരു മുറിയിൽ അവൻ ഒരു ജഡം കണ്ടെത്തി. ഒരു വൃദ്ധയായ സ്ത്രീ. അവരുടെ കാലുകളിൽ ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് ഭിത്തിയിൽ ബന്ധിച്ചിരിക്കുന്നു. അവളുടെ ശരീരം ജീർണിച്ചു തുടങ്ങിയിരുന്നു. മൃതദേഹത്തിന് അരികിൽ ഒരു പഴയ ഡയറി തുറന്നു കിടന്നിരുന്നു. ആകാശ് വിറയലോടെ അത് തുറന്നു നോക്കി. ഡയറിയുടെ പല പേജുകളും വെട്ടിയെടുത്ത നിലയിലായിരുന്നു. അതിൽ വൃദ്ധയുടെ പ്രണയത്തെക്കുറിച്ചും നഷ്ടപ്പെട്ട കാമുകനെക്കുറിച്ചുമൊക്കെ എഴുതിയിരുന്നു. അവന് മനസ്സിലായി, തനിക്ക് ലഭിച്ച തുണ്ടുകടലാസുകൾ ഈ ഡയറിയിൽ നിന്ന് വെട്ടിയെടുത്തവയായിരുന്നു. ഒരു ഞെട്ടലോടെ അവൻ പുറത്തേക്കിറങ്ങി. ഉരുൾപൊട്ടലിൽ നശിച്ച തന്റെ ഗ്രാമത്തിലേക്ക് നോക്കി അവൻ ഒരു നിസ്സഹായമായ പുഞ്ചിരി സമ്മാനിച്ചു. അവന്റെ ബുദ്ധിയും അറിവും ആ അദൃശ്യമായ സഹായവും എന്തിനു വേണ്ടിയായിരുന്നു? പ്രണയഭ്രാന്തിയാൽ സ്വന്തം മനോനില തെറ്റിയ ഒരു വൃദ്ധയുടെ, ബന്ധിതയായ ഒരു സ്ത്രീയുടെ മാനസിക വ്യായാമങ്ങൾ മാത്രമായിരുന്നു താൻ ഇത്രയും നാൾ വിശ്വസിച്ച അത്ഭുതങ്ങൾ? ആ ചോദ്യം ഒരു ഓവർ തിങ്കറായ അവന്റെ ഉള്ളിൽ ഒരു നീറ്റലായി അവശേഷിച്ചു. ജീവിതത്തിന്റെ നിരർത്ഥകത അവനെ പൊതിഞ്ഞു.